നമസ്കാരം സുഹൃത്തുക്കളെ, ഇന്ന് ഞാൻ മൂന്നാർ തന്നെയാണ് ഉള്ളത്. മൂന്നാർ ബൈസൺ മാലിലുള്ള 2.5 ഏക്കർ പ്രോപ്പർട്ടി PWD റോഡിന് അഭിമുഖമായിട്ടുള്ള അത്യാവശ്യം റോഡ് ഫ്രണ്ടേജോട് കൂടിയിട്ടുള്ള നിരവധി അനുഭവങ്ങൾ വരുന്ന, അതായത് കുരുമുളക്, ഏലം തുടങ്ങിയ ഒട്ടനവധി അനുഭവങ്ങളുള്ള റിസോർട്ടിന് അല്ലെങ്കിൽ ഹോം സ്റ്റേക്കൊക്കെ അനുയോജ്യമായിട്ടുള്ള കിടിലൻ പ്രോപ്പർട്ടി. അപ്പോൾ നിങ്ങളെന്തായാലും പ്രോപ്പർട്ടിയുടെ വീഡിയോയിലേക്കൊന്ന് പോകും. അപ്പോൾ ഇതിനെപ്പറ്റി പറയുകയാണെങ്കിൽ ഇതിൻ്റെ ഓപ്പോസിറ്റ് സൈഡിലൊക്കെ ആയിട്ട് ഒരു റിസോർട്ടും കാര്യങ്ങളൊക്കെ ഉണ്ട്. പിന്നെ നല്ല തണുപ്പ്, താരതമ്യേന തണുപ്പ് കൂടുതൽ അനുഭവപ്പെടുന്ന പ്രദേശങ്ങളിൽ ഒരു ഏരിയയാണ് നമ്മുടെ ഈ പ്രോപ്പർട്ടിയുടെ പരിസരം. ഇനിയിപ്പോൾ ഈ പ്രോപ്പർട്ടിയുടെ വിലയിലേക്ക് വരുമ്പോൾ, ഈ ഒരു പ്രോപ്പർട്ടിക്ക് ഉദ്ദേശിക്കുന്ന വില സെൻറ്റിന് 1,30,000 രൂപ എന്ന നെഗോഷ്യബിൾ പ്രൈസാണ്. കൺസ്ട്രക്ഷന് പ്രശ്നങ്ങളില്ല, പട്ടയ ഭൂമിയാണ്. പിന്നെ അടുത്തൊക്കെ റിസോർട്ടുകളൊക്കെ വരുന്ന നല്ലൊരു പ്രൈം ലൊക്കേഷനിൽ, ഇത്രയും വീതിയുള്ള റോഡിനെ ഫേസ് ചെയ്ത് വരുന്ന നല്ലൊരു പ്രൈം ലൊക്കേഷനിൽ വരുന്ന ഈ പ്രോപ്പർട്ടിക്ക് ചോദിക്കുന്ന വില. അപ്പോൾ ഈ ഒരു പ്രോപ്പർട്ടിയുടെ കൂടുതൽ വിവരങ്ങളൊക്കെ അറിയാൻ താല്പര്യമുണ്ടെങ്കിൽ എന്ത് ചെയ്യണം, വീഡിയോയിൽ ചാനൽ നമ്പർ കൊടുക്കുന്നുണ്ട്, ആ നമ്പറിൽ കോൺടാക്റ്റ് ചെയ്യുക. ഈ ഒരു പ്രോപ്പർട്ടിയുടെ പ്രധാനപ്പെട്ട പ്രത്യേകത എന്താണെന്നാൽ, മൂന്നാർ ടൗണിൽ നിന്നൊക്കെ ഇവിടെ നിന്ന് വെറും 14 കിലോമീറ്റർ താഴെ മാത്രമാണ് ദൂരം വരുന്നത്. ഇവിടെ നിന്ന് മൂന്നാർ ഗ്യാപ്പ് റോഡിൻ്റെ പരിസരത്തേക്ക്, അതായത് ക്ലബ് മഹീന്ദ്ര പോലുള്ള വലിയ വലിയ റിസോർട്ടുകളൊക്കെയുള്ള നിരവധി ഗസ്റ്റുകൾ വിസിറ്റ് ചെയ്യുന്ന, നിരവധി തേയിലത്തോട്ടങ്ങൾക്കുള്ള നല്ല പ്രകൃതി മനോഹരമായിട്ടുള്ള ആ ഒരു ഭാഗത്തേക്കുള്ള ദൂരം 7 കിലോമീറ്റർ താഴെ മാത്രമാണ്. ഈ കാണുന്ന റോഡാണ് നമ്മുടെ ഏരിയയിലേക്ക് പോകുന്നത്. ഒരു 5 മിനിറ്റിൻ്റെ ദൂരമൊക്കെ ഉണ്ടാവുകയുള്ളൂ. പിന്നെ നമ്മുടെ ഗ്യാപ്പ് റോഡിൻ്റെ കാര്യം പറയുമ്പോൾ അറിയാലോ, നല്ല തണുപ്പ് അനുഭവപ്പെടുന്ന ഏരിയയാണ്. ഗ്യാപ്പ് റോഡിനേക്കാളും സ്വല്പം താഴ്ന്നാണ് നമ്മുടെ പ്രോപ്പർട്ടിയുടെ സ്ഥാനം വരുന്നത്. അതിനാൽ തന്നെ ഗ്യാപ്പ് റോഡ് പരിസരത്തുള്ള അത്ര തന്നെ തണുപ്പ് നമുക്കിവിടെ അനുഭവപ്പെടുന്നില്ല എങ്കിലും ഒരു 15 ഡിഗ്രി സെൽഷ്യസ് ഒക്കെ നമുക്ക് രാത്രിയിലൊക്കെ നമുക്ക് അനുഭവപ്പെടുന്ന ഒരു ഏരിയയാണ്. അതും ഡിസംബർ സമയത്തൊക്കെ ഒരു 12-14 ഡിഗ്രിയൊക്കെ വരെ ടെമ്പറേച്ചർ കുറഞ്ഞിട്ടുമുണ്ട്. പിന്നെ ഈ പ്രോപ്പർട്ടിയുടെ വേറൊരു കാര്യം പറയുകയാണെങ്കിൽ, ഇതൊരു പട്ടയ ഭൂമിയാണ്, LA പട്ടയമാണ് നമ്മുടെ പ്രോപ്പർട്ടിക്ക് വരിക. ഈ പ്രോപ്പർട്ടിയുടെ റോഡിനോട് ചേർന്ന്, അതായത് PWD റോഡിനോട് ചേർന്ന് അത്യാവശ്യം റോഡ് ഫ്രണ്ടേജുള്ള പ്രോപ്പർട്ടിയാണ്. ഇത് നമ്മുടെ പ്രോപ്പർട്ടിയുടെ പുറകുവശത്തെ കാഴ്ചയാണ്. ഇവിടെ സ്ഥിരമായിട്ട് കോട വന്ന് നിറഞ്ഞു നിൽക്കുന്ന ഭാഗമാണ്. നിലവിൽ ഏലക്ക, കുരുമുളക് പോലെയുള്ള വിളകളാണ് ഇവിടെ കൃഷി ചെയ്ത് വരുന്നത്. എന്നിരുന്നാലും നമുക്ക് കൺസെഷന് കൃഷിഭൂമിയല്ല, കൺസെഷൻ നമുക്ക് പരിമിതികളില്ല എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ കൺസെഷൻ നമുക്ക് മറ്റു ബുദ്ധിമുട്ടുകളൊന്നും ഇവിടെ നമുക്ക് വരുന്നില്ല. റിസോർട്ടുകളാണെങ്കിലും അതല്ലെങ്കിൽ ഹോം സ്റ്റേകൾ പണിയാനൊക്കെ അനുയോജ്യമായിട്ടുള്ള നല്ലൊരു പ്രോപ്പർട്ടിയാണ്. ഗ്യാപ്പ് റോഡോട് തൊട്ട് വരുന്ന പ്രോപ്പർട്ടി ആയതിനാൽ തന്നെ നിരവധി ഗസ്റ്റുകൾ ഈ ഒരു പരിസരത്ത് നമുക്ക് വരാൻ സാധ്യത കൂടുതലുള്ള ഏരിയയാണ്. അപ്പോൾ റൂംസൊക്കെ അല്ലെങ്കിൽ റിസോർട്ടൊക്കെ പണിതാലും നല്ല രീതിക്ക് പണിയാമെന്നേ ഉള്ളൂ. നമുക്ക് ഗസ്റ്റുകൾ കിട്ടാനൊന്നും യാതൊരുവിധ പ്രശ്നമില്ലാത്ത ഒരു ഏരിയയാണ്. പിന്നെ പറഞ്ഞിരുന്നു, പട്ടയഭൂമിയാണ്, LA പട്ടയമാണ് ഈ ഒരു പ്രോപ്പർട്ടിക്ക് വരുന്നത്. ഈ ഒരു പ്രോപ്പർട്ടി കൂടാതെ മറ്റ് നിരവധി പ്രോപ്പർട്ടികളും നമുക്ക് റിസോർട്ട് പണി അനുയോജ്യമായിട്ടുള്ള പ്രോപ്പർട്ടികൾ നമ്മുടെ കയ്യിലുണ്ട്. ചില പ്രോപ്പർട്ടികൾ വീഡിയോസ് മാത്രമേ നമുക്ക് പോസ്റ്റ് ചെയ്യാൻ കഴിഞ്ഞിട്ടുള്ളൂ. അപ്പോൾ കൂടുതൽ വിവരങ്ങൾ അറിയാൻ, ഈ ഒരു പ്രോപ്പർട്ടിയുടെ കൂടുതൽ വിവരങ്ങളൊക്കെ അറിയാൻ താല്പര്യമുണ്ടെങ്കിൽ എന്ത് ചെയ്യണം, വീഡിയോയിൽ കൊടുത്തിട്ടുള്ള ചാനൽ നമ്പറിൽ കോൺടാക്റ്റ് ചെയ്യുക. അതുപോലെ നിങ്ങൾക്ക് പ്രോപ്പർട്ടികൾ വാങ്ങാനോ വിൽക്കാനോ ഉണ്ടെങ്കിലും അതേ നമ്പറിൽ തന്നെ കോൺടാക്റ്റ് ചെയ്യാവുന്നതാണ്. അപ്പോൾ ഇന്നത്തെ എപ്പിസോഡോട് വൈൻഡ് അപ്പ് ചെയ്യുകയാണ്. വീണ്ടും കാണാമെന്ന പ്രതീക്ഷയോടെ.